ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ബബിത അലീനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കോളേജിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ശിവശങ്കരനും ഗംഗാധരനും മനുവും കൂടി വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ബബിത അവരെ കാണുന്നുണ്ട്. ഹായ് മനുവേട്ടാ, ഹായ്, എവിടേക്കാ? കോളേജിലേക്കാന്നേ, സമയം ഒത്തിരി വൈകി. എങ്കിൽ ശരി, പോയിട്ട് വന്നിട്ട് കാണാമെന്ന് പറയും. അങ്കിൾമാരെ ശരി, പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത പോവുകയാണ്. ആ സമയത്ത് കാറിൻ്റെ ശബ്ദം കേട്ട് അലീന ഇറങ്ങി നോക്കുമ്പം എല്ലാവരും ഒരുമിച്ച് വരികയാണ് കാണുന്നത്. ഇതെന്താ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച്? ഞങ്ങൾ ബാലേന്ദ്രനെ ഒന്ന് കാണാനായിട്ട് വന്നതാന്ന് പറയും. മോളെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, അച്ഛൻ മുകളിലുണ്ട്, വിളിക്കാമെന്ന് പറയും. പിന്നെ മോൾ ഇവിടുന്ന് പോന്നെന്ന് അറിഞ്ഞായിരുന്നല്ലോ. പോണോ അങ്കിളെ? ഇത്ര ധൃതി വെച്ച് ഇങ്ങനൊരു തീരുമാനം വേണോ? ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ മേഡം ഇങ്ങോട്ട് വരത്തില്ല. മേഡം ഇങ്ങോട്ട് തിരിച്ചു വരണം. ഞാൻ കാരണം മേഡത്തിൻ്റെ കുടുംബം നഷ്ടപ്പെടരുത്. ഞാൻ ഇവിടുന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ മേഡം എവിടെയെങ്കിലും ഒരു വാടക വീടെടുത്ത് താമസിക്കും. പിന്നെ ഡിവോഴ്സ് കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. അതുകൊണ്ട് അതിനെല്ലാം ഒരു പരിഹാരം ഞാനിവിടുന്ന് പോകുന്നതാണ്. ഞാനിവിടുന്ന് പോകണമെന്ന് മാത്രമേ മേഡം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിവിടുന്ന് പോയ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയും. മോളിവിടുന്ന് പോയാലും ഞങ്ങൾക്ക് എന്ത് സഹായത്തിനും മോൾക്ക് ഞങ്ങളുണ്ട്. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്ത് സഹായം ഞങ്ങൾ മോൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറയും. ശരിയെങ്കിൽ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അലീന കിച്ചണിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മനുവിൻ്റെ അടുത്ത് പറയും, എങ്കിൽ ഞങ്ങൾ പോയി ബാലചന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും. മനുവും കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങളൊരു സീക്രട്ടായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞാനത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ശരി, ഞാൻ ഒരിക്കലും നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ ശിവശങ്കരനും ഗംഗാധരനും കൂടി ബാലേന്ദ്രനെ കാണാൻ റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ട് വരും. ആ സമയത്ത് മനുവേട്ട എന്തു പറയുന്നു, സുഖമാണോ എന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല. പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം മനോഹരൻ അറിഞ്ഞായിരുന്നു? അറിഞ്ഞായിരുന്നു. അച്ഛനെ ഇന്നലെയാണ് വന്നത്. പുനലൂർ കുളത്തൂപ്പുഴ അവിടെ ഏതോ ഒരു വീട്ടിലെ ചേച്ചിക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അച്ഛൻ അവിടെ ചേച്ചിയെ കൊണ്ടുപോകുന്ന കാര്യം തീരുമാനിച്ചിരിക്കുക പറയാം. അതിന് അവൾ ഇവിടുന്ന് പോകണമെന്ന് ആർക്കും ആഗ്രഹിക്കുന്നില്ലല്ലോ. അവളുടെ തീരുമാനമില്ലേ പോകണമെന്നുള്ളത്. അത് ശരിയാണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നതുകൊണ്ട്. പക്ഷേ അമ്മ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഇവിടുന്ന് പോയേ മതിയാകത്തുള്ളൂ ചേച്ചി പറയുന്നത്. എന്തായാലും നമുക്കൊന്നും കൂടി സംസാരിച്ച് നോക്കാം. അത് ശരിയാണ്, മനുവേട്ടനൊന്ന് സംസാരിച്ച് നോക്കും. ചിലപ്പോൾ മനുവേട്ടൻ സംസാരിച്ച ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ. അവളൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറുന്ന സ്വഭാവമല്ല. എന്തായാലും ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് പറയും. അതിനുശേഷം അലീന കോഫിയായിട്ട് കിച്ചണിൽ നിന്ന് വരുന്ന സമയത്ത് കൃഷ്ണ പറയുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ സംസാരിക്കാൻ പറയും. അങ്ങനെ ചോദിക്കും, നിനക്ക് ഇവിടുന്ന് പോകണമെന്നുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അലീനെന്ന് ചോദിക്കും. ഇല്ല മനുവേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ മേഡം ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. അത് നിൻ്റെ മാത്രം ഒരു തീരുമാനമാണ്. നീ ഇവിടുന്ന് പോയാലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈജാൻ്റിയോട് അങ്കിൾ പറയും നീ വൈജാൻ്റിയുടെ മകളാണെന്നുള്ളത്. പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങത്തേ ഉള്ളൂ. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയും. അത് ശരിയാവത്തില്ല മനുവേട്ടാ, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറാൻ ആലോചിക്കുന്നില്ലെന്ന് പറയും. പക്ഷേ നീ വീട് ഉപേക്ഷിച്ച് പോകുമ്പം എന്നെയും കൂടി ഉപേക്ഷിച്ച് പോകുന്ന കണക്ക് എനിക്ക് തോന്നുന്നത്. ഒരു നടുക്കടലിൽ പെട്ട കണക്ക് എന്നെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ. അങ്ങനെയൊന്നുമല്ല മനുവേട്ടാ. ഇടയ്ക്ക് മനോട്ടിനെ എന്നെ കാണാൻ വരാം, ഫോൺ ചെയ്യാം, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അല്ലാതെ ഒരു പരിധി കൽപ്പിച്ചൊന്നും അല്ലല്ലോ ഞാൻ പോകുന്നത് എന്ന് പറയും. എന്തായാലും നീ ഒന്നും കൂടി ആലോചിക്കുക. നീ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയും. അച്ഛനായിട്ട് കണ്ടെത്തിയ ജോലിയില്ലേ, അതൊട്ടും മോശമായിരിക്കത്തില്ല എന്ന് പറയും. അങ്ങനെ അവരുടെ സംസാരത്തിന് ശേഷം കോഫിയും കൊണ്ട് ചെന്ന് ഞാൻ ഈ കോഫി അങ്കിളിന് കൊടുക്കാമെന്ന് പറഞ്ഞ് പോവും. അതിപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവർ തമ്മിൽ സീക്രട്ടായിട്ട് എന്തോ ഒരു വലിയ ചർച്ച നടക്കുകയാണെന്ന് പറയും. എന്ത് ചർച്ച? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ എല്ലാവരും ഒരുമിച്ച് വന്നതെന്നൊക്കെ ചോദിക്കും. നിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ അവർ വന്നിരിക്കുന്നതെന്ന് പറയും. എന്താ മനുവേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല, എന്തായാലും അങ്കിളും അച്ഛനും കൂടി സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ഗംഗാധരനും ശിവശങ്കരനും കൂടി കടന്നു വരികയാണ്. ഇത് കാണുന്ന ബാലേന്ദ്രൻ ചോദിക്കും, ഇതാര്? ഗംഗേട്ടനും ശിവേട്ടനോ? ഞാൻ കോർക്കിൽ വന്ന് പോയിട്ട് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഗംഗേട്ടൻ വീട്ടിൽ വന്നില്ലേ? അത് പിന്നെ നീ അവിടെ വന്ന് സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല ബാല എന്ന് പറയും. അത് ശരിയാണ്, ഒന്നുമില്ലെങ്കിലും സ്വന്തം പെങ്ങളുടെ ആദ്യത്തെ ഭർത്താവില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പിന്നെ സംസാരിക്കാൻ തുടങ്ങും. അതിനുശേഷം ബാലേന്ദ്രൻ പറയും, നീ സ്റ്റാൻലി ജോസഫിനെ കാണാൻ പോയിട്ട് കണ്ടുവെന്ന് ചോദിക്കും. പിന്നെ കാണാനില്ലയോ ഗംഗേട്ട? ഞാൻ ഗംഗേട്ടൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയത്. എന്തായാലും ഗംഗേട്ടൻ തന്ന അഡ്രസ്സെല്ലാം കറക്റ്റാണ് കേട്ടോ. പക്ഷേ അവിടെ
പറഞ്ഞ സ്റ്റാൻലി ജോസഫ് മാത്രമില്ലായിരുന്നു അവിടെ. കൊട്ടാരമുറ്റത്തിൽ ഔദക്കുട്ടിയുടെ വീട്ടിൽ ഞാൻ ചെന്നായിരുന്നു. പക്ഷേ സ്റ്റാൻലി ജോസഫ് പുനലൂരാണ് താമസം. അങ്ങനെ അവിടുന്ന് അഡ്രസ്സ് മേടിച്ചുകൊണ്ട് ഞാൻ പുനലൂർ കുളത്തൂപ്പുഴയ്ക്ക് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ സ്റ്റാൻലി ജോസഫിനെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു പറയും. നീ അലീനെക്കുറിച്ച് സംസാരിച്ചു? ആ പറഞ്ഞു, അലീനെക്കുറിച്ചും പറഞ്ഞു, അലീനയുടെ അമ്മയെക്കുറിച്ചും പറഞ്ഞെന്ന് പറയും. നീ അലീനെ അവിടെ കൊണ്ടാക്കാൻ പോകുന്നെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് വയ്ക്കും. അതെ, അവൾ ഇവിടെ നിന്ന് പോയാൽ അവൾ ഇനി തിരിച്ച് ചെന്നെത്തേണ്ടത് അവളുടെ അച്ഛൻ്റെ കൈകളിലല്ലേ. അതാണ് അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം. അവൾ ഇത്രയും കാലം അവളുടെ അമ്മയുടെ കൂടെ നിന്ന് പീഡനങ്ങൾ മുഴുവൻ അനുഭവിച്ചതാണ്. പക്ഷേ സ്വന്തം അമ്മയുടെ കൂടെ താമസിക്കാനും സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കാനും വേണ്ടി അവൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. പക്ഷേ അതിനുശേഷം അവളെ എപ്പോഴും വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ പെരുമാറിയാൽ മാത്രമേ അവളുടെ അമ്മ ചെയ്തിട്ടുള്ളൂ. ഇനി അവളുടെ അച്ഛൻ്റെ അടുത്തെങ്കിലും അവൾക്ക് ആ ഒരു സുരക്ഷിതത്വം കിട്ടട്ടെ എന്ന് പറയും. വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം നീ സ്റ്റാൻലിയോട് പറഞ്ഞു എന്ന് പറയും. പറഞ്ഞു, വൈജയുടെ മകളാണല്ലോ അലീന, അതുകൊണ്ട് അവളെ അവിടെ തന്നെ കൊണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. 2-3 ദിവസത്തിന് ശേഷം തീരുമാനം അറിയിക്കാം, ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് വന്നേന്ന് പറയും. അപ്പോൾ ശിവൻ ചോദിക്കും, സ്റ്റാൻലി ജോസഫിന് കുടുംബം ഉണ്ടോ, അങ്ങനെ വല്ലതും അറിയാമോ? അയാൾക്ക് കുടുംബം ഉണ്ടോ, അയാൾ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം അലീനയാണ്. അലീനയെ അവിടെ കൊണ്ട് ആക്കുക, അയാളാണ് അലീനയുടെ അച്ഛനെന്ന് അയാളടുത്ത് പറയുക. ഇനി അയാൾക്ക് തീരുമാനിക്കാം അയാളുടെ മകളെ അയാളുടെ കൂടെ നിർത്തണമെന്നുള്ളത്. അയാൾക്ക് പറ്റത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അലീന എൻ്റെ മകളായിട്ട് എൻ്റെ കൂടെ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കും. ഇത് തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് വയ്ക്കും. ഇതല്ലാതെ ഇതിന് വേറെ ഒരു തീരുമാനം ഇല്ലേ ബാല എന്ന് ചോദിക്കുമ്പം പറയും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയും. എന്താ? ഈ പ്രശ്നം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് പറയും. അതിനൊരു മാർഗ്ഗമുണ്ടെന്ന് ബാലേന്ദ്രൻ പറയും. ആ സമയത്ത് ശിവനും ഗംഗാധരനും ചോദിക്കും, അതെന്താ ബാലേന്ദ്ര വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞത്? അതോ, നിങ്ങളുടെ പെങ്ങളുടെ തന്നെ പറയണം. നിങ്ങളുടെ പെങ്ങൾ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തുള്ള കാര്യം നിങ്ങളുടെ പെങ്ങളോട് പറയണം. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അലീനയെ അവൾ സ്വന്തം മകളായിട്ട് അംഗീകരിക്കും, ഇവിടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ പിന്നെ അവൾ പോകുന്ന പ്രശ്നം വരത്തില്ലല്ലോ. ഇതല്ലാതെ മറ്റൊരു പോകുമ്പോഴേ ഇതിന് ഞാൻ കാണുന്നില്ല ശിവേട്ടാന്ന് പറയും. നീ ഞങ്ങളെ വിഷമിപ്പിക്കുകയാണ്. വൈജ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം വൈജയ്ക്ക് അറിയാം. പക്ഷേ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും ബാല. സ്റ്റാൻലി ജോസഫിന് പോലും അറിയത്തില്ലായിരുന്നു അയാൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇപ്പം നീയായിട്ടത് അയാളടുത്ത് പറഞ്ഞു. പക്ഷേ വൈജയും കൂടി ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് ബാലൻ പറയും, അതൊന്നും എൻ്റെ വിഷയമല്ല, ഞാൻ അലീനയെ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തിന് ശേഷം അയാൾ തീരുമാനം പറയും. അലീനയെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യും. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി വരുന്ന വൈജയുടെ അടുത്ത് ഞാൻ പറയും അലീന അവളുടെ സ്വന്തം മകളാണെന്നുള്ള കാര്യം. ഇനിയാണ് ഗംഗേട്ടാ ഞാൻ ശരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് നല്ല രീതിയിൽ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവനും ഗംഗാധരനും ബാലൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. ബാല പ്ലീസ്, നീ ഇനിയും ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. വൈജ ഒരു കാരണവശാലും അറിയരുത് അലീനയാണ് അവളുടെ മകളാണെന്നുള്ള കാര്യം. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് പിന്നെ ഞങ്ങൾ ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ മുമ്പിൽ അപേക്ഷയുമായിട്ട് നിൽക്കുകയാണ് ശിവശങ്കരനും ഗംഗാധരനും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.